നമസ്കാരം. ഉത്തര കൊറിയയുടെ മണ്ണിൽ നിശബ്ദതയുടെ മറവിൽ വളർന്നു വന്ന പുതിയ ആണവ കേന്ദ്രം ലോകശക്തികളുടെ ഉറക്കം കെടുത്തുകയാണ്. ആ കേന്ദ്രത്തിന്റെ ഇടനാഴികളിലൂടെ നടന്ന് കിം ജോങ് ഉൻ നൽകുന്ന സന്ദേശം വ്യക്തമാണ്. സമ്മർദ്ദങ്ങൾക്കും ഉപരോധങ്ങൾക്കും മുന്നിൽ പിന്മാറാൻ ഉത്തര കൊറിയ തയ്യാറല്ല. വർഷങ്ങളായ ആണവ നിരായുധീകരണത്തിന്റെ സ്വപ്നം ഉയർത്തിപ്പിടിച്ച അമേരിക്കൻ നയതന്ത്രത്തിന് മുന്നിൽ വീണ്ടും കടുത്ത ചോദ്യങ്ങൾ ഉയരുകയാണ്. കിം തന്റെ ആണവ ശേഖരം അതിവേഗം വികസിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ കൊറിയൻ ദ്വീപിലെ സംഘർഷഭൂമി വീണ്ടും ചൂടുപിടിക്കുകയാണ്. ഇറാന്റെ ആണവായുധ ശേഷി ഇല്ലാതാക്കാനെന്ന് അവകാശപ്പെട്ട് അമേരിക്ക ഇസ്രയേലിനൊപ്പം നടത്തിയ ആക്രമണം സമാധാന കരാർ ശ്രമങ്ങളിലേക്ക് വഴിമാറിയതിനിടെ സ്വന്തം ആണവശേഷി വ്യക്തമാക്കുന്ന ചിത്രം പുറത്തുവിട്ട് ഉത്തര കൊറിയ രംഗത്ത് വന്നു. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ തങ്ങളുടെ ആണവ ആവനാഴിയിലെ ഏറ്റവും പുതിയ കാൽവയ്പായ പുതിയ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് സന്ദർശിക്കുന്നതിന്റെ ചിത്രമാണ് ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ഉത്തര കൊറിയ തങ്ങളുടെ ആണവശേഖരം അതിവേഗം വർദ്ധിപ്പിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്ന് US ഇന്റലിജൻസ് വിശകലനങ്ങൾ ഉദ്ധരിച്ച് CNN ചാനലാണ് റിപ്പോർട്ട് ചെയ്തത്. സെൻട്രിഫ്യൂജുകളുടെയും നിരകൾക്കിടയിലൂടെ കിം നടന്നു പോകുന്നതാണ് പുറത്തുവിട്ട ചിത്രം. കിമ്മിനൊപ്പം ആണവ ശാസ്ത്രജ്ഞരും ഉന്നത ഉദ്യോഗസ്ഥരുമുണ്ട്. 5 വർഷത്തെ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ കൈവരിച്ചതിന് ആണവ ശാസ്ത്രജ്ഞരെ കിം പ്രശംസിച്ചു. രാജ്യത്തിന്റെ ആണവശേഷി ഊഹിക്കാവുന്നതിലും അപ്പുറമാണെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ പ്ലാന്റിൽ കൂടുതൽ അത്യാധുനികമായ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നതെന്ന് ഉത്തര കൊറിയൻ വാർത്താ ഏജൻസി കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. 5 വർഷത്തിനിടെ ഉത്തര കൊറിയ ആയുധമുണ്ടാക്കാനുള്ള ആണവ സാമഗ്രികൾ ഉത്പാദിപ്പിക്കാനുള്ള ശേഷി ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പുതിയ പ്ലാന്റ് ആണവ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തങ്ങളുടെ ആണവശേഷി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ഉത്തര കൊറിയ പുറത്തുവിടുന്നത് ഇത് ആദ്യമല്ല. 2024 സെപ്റ്റംബറിന് ശേഷം ഇത് 3ാം തവണയാണ് ഇത്തരം ചിത്രങ്ങൾ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ പുറത്തുവിടുന്നത്. കിം സന്ദർശിക്കുന്നത് യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റോ ആണവ സാമഗ്രി ഉൽപാദന കേന്ദ്രമോ ആണെന്ന് വാർത്താ ഏജൻസികൾ വ്യക്തമാക്കിയില്ല. അമേരിക്കയുമായുള്ള ആണവ നിരായുധീകരണ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് കിം 5 വർഷത്തെ പുതിയ പദ്ധതി നടപ്പിലാക്കിയത്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് കിമ്മുമായി നടത്തിയ 3 കൂടിക്കാഴ്ചകളും പരാജയമായിരുന്നു. ഇറാനുമായുള്ള US ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഇറാൻ ആണവായുധ നിർമ്മാണ ശ്രമങ്ങളിൽ നിന്ന് പിന്തിരിക്കുന്നതിനുമായി US ചർച്ചകൾ നടത്തുന്ന പശ്ചാത്തലത്തിലാണ് ഉത്തര കൊറിയയുടെ ഈ പുതിയ നീക്കം പുറത്തുവരുന്നത്. 5400-ലധികം ആണവായുധങ്ങളുമായി റഷ്യയാണ് ലോകത്ത് ആണവശേഷിയിൽ ഇപ്പോൾ മുന്നിലുള്ളത്. തൊട്ടു പിന്നാലെ 5300-ഓളം ആണവായുധങ്ങളുമായി അമേരിക്കയുമുണ്ട്. ഉത്തര കൊറിയയുടെ പക്കൽ നിലവിൽ 90 ആണവ പോർമുനകൾ നിർമ്മിക്കാനുള്ള ആണവ സാമഗ്രികൾ ഉണ്ട് എന്നാണ് US കോൺഗ്രഷൻ റിസർച്ച് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. 50 പോർമുനകളെങ്കിലും ഉത്തര കൊറിയ ഇതിനകം നിർമ്മിച്ചതായും അമേരിക്ക വിശ്വസിക്കുന്നുണ്ട്. യോങ്ബിയോണിലും കാങ്സണിലുമായി ഉത്തര കൊറിയയ്ക്ക് 2 സജീവ ആണവ സമ്പുഷ്ടീകരണ പ്ലാന്റുകൾ ഉണ്ട് എന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഇന്റർനാഷണൽ മാർച്ചിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. യോങ്ബിയോണിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ഘടനയും വൈദ്യുതി കൂളിംഗ് സംവിധാനങ്ങളും കാങ്സണിലെ പ്ലാന്റിന് സമാനമാണെന്നും ഏജൻസി നിരീക്ഷിച്ചു. ഇതിന്റെ പുറംഭാഗത്തെ നിർമ്മാണം പൂർത്തിയായതായും ആന്തരിക ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നതായും ഏജൻസി റിപ്പോർട്ടിൽ പറയുന്നു. യോങ്ബിയോണിൽ ഉത്തര കൊറിയ മറ്റൊരു യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് നിർമ്മിക്കുന്നതായി അമേരിക്കയുടെ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി മേധാവി ലഫ്റ്റനന്റ് ജനറൽ ജെയിംസ് ആഡംസ് ഏപ്രിൽ US ഹൗസ് ആൻഡ് സർവീസസ് കമ്മിറ്റിക്ക് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയതായി പുറത്തു വന്ന ചിത്രത്തിലുള്ളത് യോങ്ബിയോണിലെ പുതിയ പ്ലാന്റ് ആണോ അതോ ഇതുവരെ വെളിപ്പെടുത്താത്ത മറ്റൊന്നാണോ എന്ന് വ്യക്തമല്ല. ഉത്തര കൊറിയൻ വാർത്താ ഏജൻസി വാർത്തയിൽ പ്ലാന്റിന്റെ സ്ഥലം പരാമർശിച്ചിട്ടില്ല. ആയുധ പരീക്ഷണങ്ങൾക്കോ വൻ സൈനിക പരേഡുകൾക്കോ പകരം ഉൽപാദന കേന്ദ്രങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് വഴി ശക്തമായ ആണവ പ്രതിരോധ നിര കെട്ടിപ്പടുക്കാനാണ് ഉത്തര കൊറിയയുടെ ലക്ഷ്യം. ഇതിനുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ തങ്ങൾക്കുണ്ട് എന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് ഉത്തര കൊറിയ ഇപ്പോൾ ചെയ്യുന്നത്. ആണവ സമ്പുഷ്ടീകരണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം കുറച്ചു വർഷങ്ങളായി ഉത്തര കൊറിയ വിവിധ മിസൈൽ പരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്. അമേരിക്കയിൽ എവിടെയും ആക്രമണം നടത്താൻ ശേഷിയുള്ള ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ അവർ വിജയകരമായി പരീക്ഷിച്ചതായി US ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് ഓഫീസിന്റെ 2026-ലെ വാർഷിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സംവാദങ്ങളുടെയും ഉപരോധങ്ങളുടെയും വർഷങ്ങൾക്കിപ്പുറം ആണവ പദ്ധതികൾ കൂടുതൽ വ്യാപിപ്പിക്കപ്പെടുന്ന കാഴ്ചയാണ് ലോകം ഇപ്പോൾ കാണുന്നത്. അതിനാൽ വരും ദിവസങ്ങളിൽ വെടിയൊച്ചകളെക്കാൾ ഭീകരമായത് നയതന്ത്ര പരാജയങ്ങളുടെ പ്രതിധ്വനിയാകുമോ എന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര സമൂഹം.